ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങളിൽ സിദ്ദിഖിന് മാത്രമാണ് മുൻകൂർ ജാമ്യം ലഭിക്കാത്തത്. കേസിലെ തെളിവുകളും മൊഴികളും അടക്കം വിശദമായി പരിശോധിച്ച ശേഷമാണ് സിദ്ദിഖിന് ജാമ്യം നൽകാൻ കഴിയില്ലെന്ന തീരുമാനം ഹൈക്കോടതി എടുത്തത്. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം ഹൈക്കോടതി ശരിവെച്ചു. ബലാത്സംഗം നടന്നുവെന്ന് പരാതിക്കാരി പറയുന്ന ദിവസം സിദ്ദിഖ് തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നതിന് പോലീസിന് തെളിവ് കിട്ടിയിരുന്നു. അന്ന് പരാതിക്കാരി ഹോട്ടലിലെത്തിയെന്നതിനും സ്ഥിരീകരണമുണ്ട്. സിദ്ദിഖിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഓരോന്നും പരിശോധിച്ച ശേഷമാണ് ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി തീരുമാനിച്ചത്. കേസിൽ സിദ്ദിഖ് ഉന്നയിച്ച 2 പ്രധാന വാദങ്ങളും കോടതി തള്ളി. ഒന്ന്, പരാതി നൽകാനുള്ള കാലതാമസമായിരുന്നു. പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നതുകൊണ്ട് ഇതിന്റെ ഗൗരവമോ കേസോ ഇല്ലാതാകുന്നില്ല. ഇക്കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉന്നയിച്ച ആരോപണങ്ങളും കോടതി തള്ളി. പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയായി വരുന്നത് DGPക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ്. അതുപോലെ തന്നെ ഈ കേസിൽ പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് DGPക്ക് നൽകിയ പരാതിയും തിരിച്ചടിച്ചുവെന്നാണ് കേസിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ കൊച്ചിയിലെ 2 വീട്ടിൽ നിന്നും നടൻ സിദ്ദിഖ് മാറി. കാക്കനാട് പടമുകളുള്ള ഈ വീട്ടിലും ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലും നടൻ സിദ്ദിഖില്ല. സിദ്ദിഖ് ഇവിടെയില്ല എന്നത് മാത്രമായിരുന്നു ജീവനക്കാർ നൽകിയ മറുപടി. സിദ്ദിഖിന്റെ ഫോണും കോടതി വിധിക്ക് പിന്നാലെ സ്വിച്ച് ഓഫായി. അന്വേഷണ സംഘം വീടുകളിലെത്തി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം നീങ്ങാനാണ് സാധ്യത. മിനിലിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.